2013 മെയ് 2 ഡൽഹിയിൽ താമസിച്ചു വന്നിരുന്ന 23 വയസ്സുള്ള പ്രീതി രതി അന്ന് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് എത്തിച്ചേർന്ന ദിവസമായിരുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ത്യൻ നേവിയിൽ ഒരു നഴ്സായി ജോലി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു അന്നവൾ. പക്ഷേ അവളുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഡൽഹിയിൽ നിന്നും ട്രെയിനിൽ മുംബൈ ബാന്ദ്ര ടെർമിനലിൽ എത്തിയ പ്രീതി രതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അജ്ഞാതനായ ഒരാൾ അവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചു. വെന്തുരുകിയ മുഖത്തോടെ താഴെ വീണ പ്രീതി രതിയെ നാട്ടുകാർ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മരണത്തിന് കീഴടങ്ങി. ആരാണ് പ്രീതി രതി? അവളുടെ മരണത്തിന് കാരണമായ ആ അജ്ഞാതനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞോ എന്നെല്ലാമുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1990 ജനുവരി 26 ഹരിയാനയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് പ്രീതി രതി ജനിക്കുന്നത്. അവളുടെ അച്ഛൻ അമർ സിംഗ് രതി കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലെ സൂപ്പർവൈസറാണ്. ജോലിയുടെ ഭാഗമായി സ്ഥലം മാറ്റം ലഭിച്ചതോടെയാണ് അമർ സിംഗ് രതിയും കുടുംബവും ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് താമസം മാറ്റിയത്. ഡൽഹി പോലുള്ള നഗരത്തിൽ ജീവിത ചിലവുകൾ കൂടുതലാണെങ്കിലും അമർ സിംഗ് തന്റെ മകൾ പ്രീതിയുടെ പഠനത്തിൽ ഒരു കുറവും വരുത്തിയിരുന്നില്ല. പഠിക്കാൻ മിടുക്കിയായിരുന്ന പ്രീതി +2 പഠനത്തിന് ശേഷം ഡൽഹിയിലെ ലക്ഷ്മിബായി ബത്ര കോളേജിൽ നഴ്സിംഗിന് ചേരുകയും 2011 ഉയർന്ന മാർക്കോടുകൂടി പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ച് കഠിനമായി പഠിച്ചിരുന്ന പ്രീതിക്ക് നേവൽ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലിയും ലഭിച്ചു. അപ്പോയിന്റ്മെന്റ് ഓർഡർ പ്രകാരം 2013 മെയ് 15 മുംബൈയിലെത്തി ജോലിയിൽ പ്രവേശിക്കണമെന്നുകൂടി അറിഞ്ഞതോടെ ആ കുടുംബത്തിന്റെ സന്തോഷം പറയാവുന്നതിലും അപ്പുറമായിരുന്നു. ഇതോടെ 2013 മെയ് 1 പ്രീതി തന്റെ പിതാവിനൊപ്പം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുംബൈയിലേക്ക് യാത്ര തിരിച്ചു. മുംബൈ ബാന്ദ്ര സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ അവർ രണ്ടുപേരും ഏറ്റവും അടുത്തുള്ള എക്സിറ്റിലൂടെ പുറത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു. തന്റെ അച്ഛനോടൊപ്പം നടക്കുന്നതിനിടയിൽ പ്രീതിയുടെ തോളിൽ ഒരാൾ കൈവച്ചു. ആരാണ് എന്നറിയുവാൻ തിരിഞ്ഞു നോക്കിയ അവളുടെ മുഖത്തേക്ക് സൾഫ്യൂറിക് ആസിഡ് എറിഞ്ഞതിനു ശേഷം അയാൾ തിരക്കിലൂടെ ഓടിമറഞ്ഞു. തന്റെ മകളുടെ നിലവിളി കേട്ട് തിരിഞ്ഞു നോക്കിയ അമർ സിംഗ് ആ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഒരു നിമിഷം പകച്ചു നിന്നുപോയി. അവിടെ ഓടിക്കൂടിയവർ അതിവേഗത്തിൽ റെയിൽവേ പോലീസിനെ വിവരമറിയിക്കുകയും പ്രീതി രതിക്ക് ഫസ്റ്റ് എയ്ഡ് നൽകിയതിനു ശേഷം അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഡോക്ടേഴ്സിന്റെ പരിശോധനയിൽ പ്രീതിയുടെ ശരീരത്തിൽ 15% പൊള്ളലേറ്റിട്ടുണ്ട്. മുഖത്തും കഴുത്തിലുമാണ് ആഴത്തിൽ മുറിവായിരിക്കുന്നത്. ഉടനെ സംഭവസ്ഥലം പരിശോധിച്ച പോലീസ് കുറ്റവാളിക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ തുടക്കത്തിൽ പ്രതി ആരാണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. 2013 മെയ് 18 വിദഗ്ധ ചികിത്സയ്ക്കായി പ്രീതിയെ മറൈൻ ലൈൻസിലുള്ള ബോംബെ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മാറ്റി. അവിടെ ഡോക്ടേഴ്സിന്റെ 12 പേരടങ്ങുന്ന ഒരു പാനൽ രൂപീകരിച്ച് അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ ആരംഭിച്ചു. എന്നാൽ അവളുടെ ആരോഗ്യനില വളരെ മോശമായി തന്നെ തുടർന്നു. കണ്ണുകൾ ഡാമേജായി. ആസിഡ് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ആ സമയത്ത് അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ലെങ്കിലും എഴുതാൻ കഴിയുമായിരുന്നു. അവൾ എഴുത്തിലൂടെ തന്റെ പാരന്റ്സിനോട് ചോദിച്ചത് ഇതായിരുന്നു: ആരാണ്, എന്തിനാണ് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തത്, എന്റെ ജോലി എന്തായി? പ്രീതിയുടെ ചോദ്യത്തിനു മുന്നിൽ നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ പാരന്റ്സിനും പോലീസിനും കഴിഞ്ഞുള്ളൂ. അവസാനം 2013 ജൂൺ 1 എല്ലാ വേദനകൾക്കും അന്ത്യം കുറിച്ച് പ്രീതി മരണത്തിന് കീഴടങ്ങി. പ്രീതിയുടെ മരണത്തിന് ശേഷം കേസ് അന്വേഷണം കൊലപാതകത്തിന്റെ പരിധിയിലായി. പോലീസ് പ്രതിയെ കണ്ടെത്താൻ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിട്ടും പ്രീതിയോട് ഈ ക്രൂരത ചെയ്തവനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. 7 മാസത്തോളം ഈ കേസിൽ ഒരു പുരോഗതിയുമില്ലാത്തതുകൊണ്ട് തന്നെ കേസ് CBIക്ക് കൈമാറണമെന്ന് പറഞ്ഞ് പ്രീതിയുടെ അച്ഛൻ അമർ സിംഗ് രതി കോടതിയെ സമീപിച്ചു. കേസ് CBIക്ക് വിട്ടില്ലെങ്കിലും പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ കോടതി ഉത്തരവിട്ടു. ഇതോടെ പ്രീതിയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം മുംബൈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ഇൻസ്പെക്ടർ അശോക് കോട്ടിന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ ക്രൈംബ്രാഞ്ച് സംഘമാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അവർ ഈ കേസ് ആദ്യം മുതൽ പഠിച്ചതിനു ശേഷം സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു. മുംബൈയിൽ വെച്ച് അക്രമം നടന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ആരെങ്കിലുമായിരിക്കും ഇത് ചെയ്തത് എന്നുള്ള സംശയത്തിലായിരുന്നു അവരുടെ അന്വേഷണം പുരോഗമിച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ കേസിന്റെ അന്വേഷണം ആരംഭിക്കേണ്ടത് മുംബൈയിൽ വെച്ചല്ല എന്നുള്ളത് മനസ്സിലായി.
ഡൽഹിയിൽ പ്രീതിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ അവിടെ വെച്ച് അന്വേഷണം പുനരാരംഭിക്കാൻ തീരുമാനിച്ച ക്രൈംബ്രാഞ്ച് ടീം ഡൽഹിയിലെത്തി. അവരാദ്യം പ്രീതിയുടെ പാരന്റ്സിനോടും ഫ്രണ്ട്സിനോടും അടുത്തു താമസിക്കുന്നവരോടുമെല്ലാം വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് ടീമിനോട് പ്രീതിയുടെ സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രീതിയുടെ വീടിന് അടുത്തു തന്നെ താമസിക്കുന്ന അവളുടെ റിലേറ്റീവ് കൂടിയായ അങ്കൂർ പൻവാർ എന്ന വ്യക്തിയുമായി പ്രീതി സൗഹൃദത്തിലായിരുന്നു. പ്രീതിയുടെ മേൽ ഈ അങ്കൂർ പൻവാറിന് ഒരിഷ്ടമുണ്ടായിരുന്നു. എന്നാൽ പ്രീതിക്ക് അങ്ങനെയൊരു ഇഷ്ടം അവനോട് തിരിച്ചുണ്ടായിരുന്നില്ല. കോളേജ് പഠനകാലത്ത് അങ്കൂർ ക്ലാസ്സിലേക്ക് സ്ഥിരം പ്രീതിയെ കാണാൻ വരികയും സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഇതിനൊന്നും പ്രീതിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെയൊരു വിവരം ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചതോടെ അങ്കൂർ പൻവാറിനെ ചോദ്യം ചെയ്യാനായി അവർ അവന്റെ വീട്ടിലെത്തി. എന്നാൽ അവിടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കണ്ട കാഴ്ച അവരെ ആശയക്കുഴപ്പത്തിലാക്കി. കാരണം പ്രീതിയുടെ ഫാമിലിയും അൻകൂറിന്റെ ഫാമിലിയും വളരെ അടുത്ത ബന്ധുക്കളാണ്. പ്രീതിക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായതിൽ അൻകൂറിന്റെ ഫാമിലിയും വിഷമത്തിലായിരുന്നു. എന്നിരുന്നാലും ക്രൈംബ്രാഞ്ച് ടീം അൻകൂറിനെ വിശദമായി ചോദ്യം ചെയ്തു. പക്ഷേ അവൻ പറഞ്ഞത്, പ്രീതിയും ഞാനും നല്ല സുഹൃത്തുക്കളാണ്. അവൾക്ക് ജോലി കിട്ടിയതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാണ്. പ്രീതിയുടെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ഞങ്ങൾ രണ്ട് കുടുംബവും അത്രയും സ്നേഹത്തോടുകൂടിയാണ് കഴിഞ്ഞിരുന്നത്. അൻകൂർ ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ക്രൈംബ്രാഞ്ച് അവന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. അവനുമേൽ ഒരു സംശയം അവർക്കുണ്ടായിരുന്നു. ഇതോടെ പ്രീതിയുടെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ കെമിക്കലുകൾ വിൽപ്പന നടത്തുന്ന എത്ര ഷോപ്പുകൾ ഉണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി. തുടർന്ന് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട കടകളിൽ ചെന്ന് വിവരങ്ങൾ തിരക്കി. അന്വേഷണത്തിനൊടുവിൽ ഒരു ഷോപ്പിൽ നിന്നും ചെറിയ അളവിൽ ഒരാൾ സൾഫ്യൂറിക് ആസിഡ് വാങ്ങിയതായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണയായി ഇതുപോലുള്ള ആസിഡുകൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും എക്സ്പെരിമെന്റിന് വേണ്ടിയാണ് വാങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും സ്കൂളിന്റെയോ കോളേജിന്റെയോ പേരിലായിരിക്കും രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക. എന്നാൽ ഈ ഷോപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ പേരിലാണ്. ഇതാണ് ക്രൈംബ്രാഞ്ചിന് സംശയത്തിനിട വരുത്തിയത്. ഇത് വാങ്ങിയ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അറിയാമെന്നും എന്തിനാണിത് വാങ്ങിക്കുന്നത് എന്ന എന്റെ ചോദ്യത്തിന് അവൻ പറഞ്ഞത് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആണെന്നും വീട്ടിൽ വെച്ച് എക്സ്പെരിമെന്റ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇത് വാങ്ങുന്നത് എന്നുമാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ആ വ്യക്തിയെ വ്യക്തമായി ഓർത്തിരിക്കാൻ കാരണമെന്നുകൂടി കടയുടമ പറഞ്ഞതോടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അൻകൂർ പൻവാറിന്റെ ഒരു ഫോട്ടോ എടുത്ത് ആ കടയുടമയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇതേ വ്യക്തി തന്നെയാണ് തന്റെ കടയിൽ നിന്നും ആസിഡ് വാങ്ങിയത് എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ പ്രീതിയുടെ റിലേറ്റീവായ അൻകൂർ പൻവാർ തന്നെയാണ് ഈ ആസിഡ് അറ്റാക്കിന് പിറകിലുള്ളത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രീതി ആക്രമിക്കപ്പെടുന്നതിന് 3 ആഴ്ച മുൻപാണ് അൻകൂർ ഈ ഷോപ്പിൽ നിന്നും ആസിഡ് വാങ്ങിയിരിക്കുന്നത്. ഉടനെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അൻകൂറിനെ കസ്റ്റഡിയിലെടുത്തു. ക്രൈംബ്രാഞ്ചിന്റെ പഴുതടച്ച ചോദ്യം ചെയ്യലിന് മുന്നിൽ അൻകൂർ പൻവാറിന് അധിക സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ കുറ്റസമ്മതം നടത്തി. അൻകൂർ പറഞ്ഞത് പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനും പ്രീതിയും ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. എനിക്ക് ചെറുപ്പം മുതലേ അവളെ ഇഷ്ടമാണ്. ഈ ഒരു ഇഷ്ടം ഞാൻ പഠനകാലത്ത് തന്നെ അവളെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രീതിക്ക് ഇതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. അതിനുശേഷം കോളേജിലെത്തിയപ്പോഴും ഞാൻ എന്റെ ഇഷ്ടം അവളെ അറിയിച്ചിരുന്നു. എന്നാൽ അവൾ പറഞ്ഞത് എനിക്കിതിലൊന്നും താല്പര്യമില്ല, പഠിച്ച് സ്വന്തമായി ഒരു ജോലി നേടണം എന്നതാണ് എന്റെ ആഗ്രഹം. അതുപോലെ എന്റെ മാതാപിതാക്കളുടെ തീരുമാനം എന്താണോ അതനുസരിച്ച് ഞാൻ നടക്കൂ എന്നെല്ലാമാണ്. ഇതോടെ എന്റെ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ എന്റെ പാരന്റ്സിനോട് സംസാരിച്ചു. അപ്പോൾ അവരും പറഞ്ഞത് പ്രീതി നന്നായി പഠിച്ച് ഒരു ജോലി നേടി സെറ്റിൽ ആവണമെന്നാണ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ അധികം ഏജ് ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നീയും ഒരു നല്ല ജോലി നേടിയാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രീതിയുടെ അച്ഛനോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കൂ എന്നാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പ്രീതിക്ക് ഇന്ത്യൻ നേവിയിൽ നഴ്സായി ജോലി കിട്ടുന്നത്. അവൾക്ക് ജോലി കിട്ടിയതോടെ എനിക്ക് കൂടുതൽ ടെൻഷനായി. കാരണം പ്രീതി എന്നെ വിട്ട് ഡൽഹിയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയാണ്. മുംബൈ നഗരത്തിൽ അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സിന് കിട്ടും. അവളുടെ ജീവിതം മാറും. ഇതിനിടയിൽ എന്നെ ഓർക്കുക പോലുമില്ല. അവൾ എന്നേക്കുമായി എന്നെ വിട്ടുപോകുമെന്ന കാര്യം എനിക്കുറപ്പായി. ഇതേക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ മാക്സിമം ശ്രമിച്ചു. ആ ജോലിക്ക് പോവണ്ട എന്നും നിനക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ നിന്നെ നോക്കാമെന്നെല്ലാം പറഞ്ഞു നോക്കി. എന്നാൽ ഞാൻ പറയുന്ന ഒരു കാര്യവും അവൾ അനുസരിച്ചില്ല. അവൾ മുംബൈയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു. ഈ ഒരു തീരുമാനം എനിക്ക് അവളുടെ മേൽ വെറുപ്പിന് കാരണമായി. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത്. ഇവൾക്ക് സൗന്ദര്യമുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. അത് ഞാൻ അവസാനിപ്പിക്കാമെന്ന് സ്വയം ചിന്തിച്ചു. 3 ആഴ്ച മുൻപ് തന്നെ ഞാൻ ആസിഡ് വാങ്ങിവെച്ചു. പ്രീതി പോകുന്നതിന് മുൻപ് ഞാൻ മുംബൈയിലേക്ക് ട്രെയിൻ കയറി. പ്രീതി മുംബൈയിലെത്തിയതോടെ അവളോട് അവസാനമായി ഒന്ന് സംസാരിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്നാൽ അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും വരില്ല എന്ന് എനിക്കുറപ്പായിരുന്നു.
അതുകൊണ്ട് തന്നെ തിരക്കിലൂടെ അവൾ നടന്ന് എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു. അതിനുശേഷം അവിടെ നിന്നും രക്ഷപ്പെടുകയും ഡൽഹിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് അവിടെ എന്താണ് നടന്നത് എന്ന് എനിക്കറിയില്ല. അവൾ മരിച്ച വിവരം ഞാൻ ന്യൂസിലൂടെ അറിഞ്ഞു. ഇങ്ങനെയായിരുന്നു അൻകൂർ പൻവാറിന്റെ കുറ്റസമ്മതം. പ്രതി കുറ്റം സമ്മതിച്ചതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. അന്ന് ഇന്ത്യയിൽ വലിയ ചർച്ചാ വിഷയമായ ഈ കേസിൽ വിചാരണ നടപടികൾക്ക് ശേഷം 2016 സെപ്റ്റംബറിൽ പ്രീതിയുടെ മേൽ ആസിഡെറിഞ്ഞ് അവളെ കൊലപ്പെടുത്തിയ കേസിൽ അൻകൂർ പൻവാർ കുറ്റക്കാരനാണെന്നുള്ള വിധി വന്നു. മരണശിക്ഷയാണ് മുംബൈ ഹൈക്കോടതി ആദ്യം വിധിച്ചത്. എന്നാൽ ഈ വിധിക്കെതിരെ അൻകൂർ പൻവാർ അപ്പീൽ പോയതോടെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. ആസിഡ് അറ്റാക്ക് കാരണം വിക്ടിം മരണപ്പെട്ട കേസിൽ ആദ്യമായി പ്രതിക്ക് വധശിക്ഷ വിധിച്ച കേസായിരുന്നു ഇതെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് നിരാശാജനകമാണ്. ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് പ്രതി പുറത്തിറങ്ങി സുഖമായി ജീവിക്കും. എന്നാൽ സ്വന്തം മകളുടെ മരണത്തെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ട അവളുടെ പാരൻസിനാണ് യഥാർത്ഥത്തിൽ ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്.